എവർക്കും കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ലുലു മാളാണ്. ലുലു മാളിൻ്റെ എൻട്രൻസിലാണ് കേട്ടോ. അതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ കോഴിക്കോട് കാത്തിരുന്ന് കിട്ടിയ ലുലു മാള്. നമ്മളിവിടെ വരാൻ കുറച്ച് വൈകിപ്പോയി, പക്ഷേ ഇറ്റ് ഈസ് വർത്ത് ദി വെയിറ്റ്. നമ്മുടെ കൊച്ചിയിൽ എങ്ങനെയാണോ അതിൻ്റെ ഗാംഭീര്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു കോഴിക്കോട് ലുലു മാൾ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പിച്ചിട്ടുണ്ട്, പുറത്ത് അത്യാവശ്യം നല്ല ചൂടാണ്. നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലെ തിരക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ അപാര സെയിൽ നടക്കുന്ന സ്ഥലം അല്ലേ. ഇവിടെ സെൽഫ് ചെക്കിങ് കൗണ്ടേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. മലബാറിന്റെ വാണിജ്യ വികസനത്തിന് ഗണ്യമായ ഉത്തേജനം നൽകിക്കൊണ്ട് ലുലു ഗ്രൂപ്പ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഷോപ്പിംഗ് മാൾ കോഴിക്കോട് മാങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളുള്ള ലുലു മാളിന്റെ മഹത്തായ ലോഞ്ച് മേഖലയുടെ സാമ്പത്തിക ഉയർച്ചയിലെ സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയും വടക്കൻ കേരളത്തിലെ ഷോപ്പിംഗ് അനുഭവത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഉദ്ഘാടന ചടങ്ങിൽ കേരളത്തിലെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തിന്റെ വ്യാവസായിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ ശ്രമങ്ങളെ അഭിനന്ദിച്ചു. ഈ സംരംഭം മലബാർ മേഖലയ്ക്ക് കാര്യമായ ഉത്തേജനം നൽകുകയും 2000-ലധികം പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സംസ്ഥാനത്തിനകത്ത് വ്യാവസായിക വളർച്ചയ്ക്കും പ്രാദേശിക വികസനത്തിനും വേണ്ടിയുള്ള യൂസഫ് അലിയുടെ സമർപ്പണത്തെ ഇത് ഉദാഹരണമാക്കുന്നു. 3 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ മാളിൽ 1.5 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട്, കുട്ടികളുടെ പ്രത്യേക ഗെയിമിംഗ് ഏരിയ എന്നിവയും സ്ഥിതി ചെയ്യുന്നു. ഫാഷൻ സ്റ്റോർ അന്താരാഷ്ട്ര, ദേശീയ, പ്രാദേശിക ബ്രാൻഡുകളുടെ വിപുലമായ തിരഞ്ഞെടുപ്പിനോടൊപ്പം ഏറ്റവും പുതിയ ഫാഷൻ ട്രെൻഡുകളും പ്രദർശിപ്പിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനത്തിനോടൊപ്പം ലുലു ഗ്രൂപ്പ് വരാനിരിക്കുന്ന നിരവധി പ്രൊജക്റ്റുകളും പ്രഖ്യാപിച്ചിരുന്നു. ചെന്നൈ, അഹമ്മദാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ പുതിയ ഷോപ്പിംഗ് മാളുകളും ഹൈപ്പർ മാർക്കറ്റുകളും, തമിഴ്നാട്, ഗുജറാത്ത്, ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിൽ ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങളും എന്നിവയുമായാണ് ഗ്രൂപ്പ് അതിൻ്റെ വിപുലീകരണം തുടരുന്നതിനാൽ വലിയ വികസനങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. നമ്മുടെ കോഴിക്കോടും കൂടെ ലുലു മാൾ വന്നതോടുകൂടി തന്നെ കൊച്ചി, തിരുവനന്തപുരം, തൃശ്ശൂർ, ബംഗളൂരു, ലക്നൗ, ഹൈദരാബാദ് തുടങ്ങിയ മറ്റ് പ്രധാന നഗരങ്ങളുടെ നിരയിലേക്ക് നമ്മുടെ കോഴിക്കോടും വന്നു ചേരുന്നു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള സെഷനിലാണ്. ധാരാളം, അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു സ്ട്രെച്ച് നോക്കുമ്പോൾ തന്നെ കാണാം എത്ര വിസ്താരത്തോടുകൂടി അവർ ഈ സംഭവങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നതെന്ന്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഹോം ബേക്കിംഗ് കാണാം. ഫ്രെയിംസ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് തിരഞ്ഞെടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ആഫ്രിക്കയിൽ നിന്നുള്ള ഓറഞ്ച് വലൻസിയാണ്. ഇതിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓരോന്നിനും ഓരോ കോഡ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മുസംബി എത്ര കിലോ ഉണ്ട്, 159 രൂപയാണ് കിലോന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഓറഞ്ച് കരകരയാണ് ഈ കാണുന്നത്. ഭക്ഷണത്തിൽ നമ്മൾ സാധാരണ ഓറഞ്ചായിട്ട് തോന്നും, പക്ഷേ അറിയത്തില്ല ഇത് അവർ എവിടെ നിന്നാണ് ഈ സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ നമ്പറും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമുക്ക് തന്നെ സെൽഫ് കാര്യങ്ങൾ ചെക്കിനും കാര്യങ്ങളും ചെയ്യാം. പിന്നെ ഇവിടെ വേണ്ട ടാൻസാനിയിൽ നിന്നുള്ള അവോക്കാഡോ, ധാരാളം നമ്മുടെ ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന സംഭവങ്ങളല്ല, ഓവറോൾ ഇൻ്റർനാഷണലി എന്തൊക്കെ കിട്ടും അതൊക്കെ നമുക്കൊരു മാതൃകാപരമായി കാണിച്ചു തന്നിരിക്കുകയാണ് നമ്മുടെ യൂസഫ് അലി. കോഴിക്കോട് ലുലുവിലുള്ള മീറ്റ് സെഷനിലാണ്. ഫിഷ് കാണാം, അവിടെ ഫിഷ് പ്രൊഡക്ട്സാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ചിക്കൻ കാണാം, ബഫല്ലോ, ബോൺലെസ് ബീഫ് തുടങ്ങിയുള്ള എല്ലാവിധ വെറൈറ്റി. പിന്നെ വേണ്ട നമുക്കവിടെ ലാമ്പിൻ്റെ, അതിപ്പം മട്ടൺ ബിരിയാണി, കട്ട്സ് കാര്യങ്ങളൊക്കെ. ഞാൻ ആക്ച്വലി ഒരു വെജിറ്റേറിയനാണ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല. പിന്നെ ഇവിടെ കമ്പനിയുടെ പലതരം മീറ്റിൻ്റെ അച്ചാറുകളും കാര്യങ്ങളും കാണാൻ കഴിയും. അതിൻ്റെ തന്നെ അച്ചാറില്ല, പലതരം പൊടികൾ കാണാൻ കഴിയും. ഇതാണെങ്കിൽ ചിക്കൻ ഇടി ഇറച്ചി എന്നൊരു ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇതൊക്കെ വെൽ പാക്ഡായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ പലതരം മീറ്റുകളും കാര്യങ്ങളും ഇതിൻ്റെ കാണാൻ കഴിയും. ചേട്ടന്മാരൊക്കെയാണ്
ഇവിടെ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലുലുവിലുള്ള ഡീൽ ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇവിടെ മൊത്തം ഡീൽ ഡെസ്റ്റിനേഷൻ എഴുതിയുണ്ട്. ഈ സൈഡിലേക്കൊക്കെ കറൻ്റ് ഏറ്റവും കൂടുതൽ ഡീൽ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ കാണാം. അപ്പോൾ കോൾഗേറ്റ് ആണെങ്കിൽ 520 രൂപയുടെ സാധനം 420 രൂപയ്ക്ക് നമ്മുടെ ഡിമാർട്ടിലൊക്കെ പോലെ കറക്റ്റായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ ഡാബർ കാണും കണ്ടിന്യൂസ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. വെച്ചിരിക്കുന്ന ബ്യൂട്ടി ആൻഡ് വെൽനസ് സെക്ഷനിലേക്കാണ്. നിങ്ങളിപ്പം അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ധാരാളം തരം ഇപ്പോൾ ബോഡി ലോഷൻസ് ആണെങ്കിലും ഇപ്പം നമ്മുടെ ഫേസ് ക്രീംസ് കാര്യങ്ങളാണെങ്കിലും സെക്ഷൽ വെൽനസ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ടോട്ടലി കൊടുത്തിരിക്കുന്നതാണ്. നമ്മുടെ കണ്ട കോട്ടയ്ക്കൽ ആരോഗ്യശാലൻ്റെ പെയിൻ ബാം വരെ നമ്മുടെ ലുലുവിൽ കിട്ടും. എന്നാലോചിച്ച് നോക്കേ, കോട്ടയ്ക്കൽ ആരോഗ്യശാലയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. സപ്ലൈസും കാര്യങ്ങളുമാണ്. വിസ്കാസ് കാണാം, പെഡിഗ്രി പോലെയുള്ള ധാരാളം കമ്പനികളും കൊടുത്തിരിക്കുന്നതാണ്. ഇതിൽ തന്നെ പലതരം സാധനങ്ങൾ. നിങ്ങളെ പൂച്ചയ്ക്കാണെങ്കിൽ കൊടുക്കുന്ന ട്രീറ്റ്സ് കാണാം. അങ്ങനെ ധാരാളം ഒരു ബേസിക്കലി ഒരു പെറ്റ് ഓണറിന് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പെറ്റ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സംഭവമായിരിക്കും ഈ പറഞ്ഞ പോലെ ഭക്ഷണം ചെയിൻസ് ആണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഗ്രൂമിങ്ങിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല പല ബ്രാൻഡുകളാണ്. ലുക്സ് ഗുഡ്. കാണുന്നതാണ് ചോക്ലേറ്റിൻ്റെ സെക്ഷൻ. ഇത് ബേസിക്കലി കിസ്സസ് എന്ന് പറഞ്ഞ കമ്പനി സ്പോൺസർ ചെയ്താൽ തോന്നുന്നുണ്ട്. റാക്കിൽ നിറച്ച് കിസ്സസിൻ്റെ ചോക്ലേറ്റ്സിൻ്റെ കളക്ഷൻസ് കാണാം. നിങ്ങൾ വാങ്ങിക്കുന്ന ഓരോ സംഭവത്തിനും ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ കഴിയും. അതായത് ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ MRP എന്ന് പറഞ്ഞാൽ 375 ഇവരുടെ സെല്ലിംഗ് പ്രൈസ് 337 രൂപയാണ്. സോ ഇങ്ങനെ ഓരോ സാധനത്തിനും കറക്റ്റായിട്ട് പ്രൈസ് ഇവിടെ കൊടുക്കും. നമ്മൾ വന്നിരിക്കുന്നത് ലുലുവിൻ്റെ ചാർട്ട് കൗണ്ടറിലാണ്. അതിലിവിടെ റേറ്റ് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. 70 രൂപ പെർ പോർഷൻ എത്ര പ്രൈസാണ്. ഐക്യയിലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം. ഒരു സൂപ്പർ മാർക്കറ്റ് മാത്രമല്ല, അവർ മോസ്റ്റ്ലി സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫുഡ് മെനു കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ ചാർട്ട് സെക്ഷൻ കാണുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബേക്കറി സെക്ഷനാണെങ്കിൽ അവിടെ വരുന്നത്. പിന്നെ സ്നാക്സ് ഒക്കെ ആണെങ്കിൽ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഫുഡ് കൗണ്ടറാണ് ഇവർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ഇവിടെ ഇപ്പം ധാരാളം ലഡുകൾ കാണാം. പല പല കളറിലും പല പല വെറൈറ്റീസ് ഓഫ് ഉള്ള ലഡു, ജിലേബി, പലതരം സംഭവങ്ങൾ കാണാൻ കഴിയും. ഇതൊക്കെ വാങ്ങിച്ച് തിന്നണമെന്നുണ്ട്. പക്ഷേ ഇത് ബില്ലടിച്ച് വരുമ്പോൾ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പം മലയാളികളുടെ എല്ലാ വികാരം ഇത് കുപ്പിയാന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. ഇത് കുപ്പിയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ലീഗലി കുപ്പി സെല് ചെയ്യാനുള്ള ഒന്നുമില്ല. പക്ഷേ ധാരാളം തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ഒരു വളരെ വലിയ ശേഖരം തന്നെ കാണും. കാരണം ആ മുകളിൽ കാണുന്ന കേട്ടോ ഇവിടുത്തെ ഫുഡ് കോർട്ട്. അപ്പോൾ താഴത്ത് നിങ്ങൾക്ക് ഇപ്പോൾ വെജും നോൺ വെജും വേറെ തന്നെ കാണാം. ഇത് കിച്ചൺ വെജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് മുകളിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാം. ഇപ്പോൾ വൈകിട്ട് ഏകദേശം 2:30-3 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തിരക്കൊക്കെ നല്ലോണം കൂടി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലുലുവിലെ ബില്ലിംഗ് കൗണ്ടറിൻ്റെ അവസ്ഥ. ഈ കാണുന്നതാണ് സെൽഫ് ചെക്ക് ഇൻ കൗണ്ടറുകൾ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട്. മെയിനായിട്ട് UPI കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും, ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. തീർച്ചയായിട്ടും വന്ന് നോക്കാവുന്ന സ്ഥലം തന്നെയാണ്, പരിഗണിക്കാവുന്ന സ്ഥലങ്ങളാണ്. ഈ ഹൈപ്പർ മാർക്കറ്റ് മാത്രമൊന്നുമല്ല നമ്മുടെ കോഴിക്കോടുള്ള ധാരാളമുണ്ട്. ഇതിലൊക്കെ പോയിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇവിടെ ബില്ലിംഗ് കൗണ്ടേഴ്സ് കുറച്ച് ലാഗിങ് ആണ്. നല്ല തിരക്ക് തോന്നി. അതാകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി സർവീസ് ആണെങ്കിലും ആൾക്കാരൊക്കെ ആണെങ്കിലും പിച്ച് പെർഫെക്റ്റ് ആണ്. എന്തുണ്ടെങ്കിലും ആൾക്കാരൊക്കെ നല്ല സഹകരണത്തോടു കൂടി തന്നെ നമ്മൾ പെരുമാറുന്നു. വളരെ നല്ല സ്ഥലമായിട്ട് തോന്നി. തീർച്ചയായിട്ടും ഒരു വട്ടം വരാം. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഇരിക്കുന്നു. കണ്ടതിന് സന്തോഷം. അടുത്ത വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.